അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ ഒരു നിഅമത്താണ് സമാധാനത്തോടുകൂടി താമസിക്കുവാൻ ഒരു വീട് സംവിധാനിച്ചു തന്നു എന്നത്. ഇത് വളരെ വലിയ ഒരു നിഅമത്തായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി വിശ്രമിക്കുവാനും കിടന്നുറങ്ങുവാനും കഴിഞ്ഞുകൂടുവാനും നിങ്ങൾക്കൊരു വീടും അവിടെ സമാധാനവും നൽകിയിരിക്കുന്നു. അപ്പോൾ സമാധാനത്തോടുകൂടി മനുഷ്യന് കഴിയുവാൻ വേണ്ടി അല്ലാഹു സംവിധാനിച്ച സംവിധാനമാണ് വീട് എന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ സമാധാനം, അതിൻ്റെ സുരക്ഷിതത്വം, അതിൽ നന്മയുണ്ടാവുക എന്നത് ഏറെ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുകയും അതിനാവശ്യമായ മാർഗദർശനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ അപ്രകാരം നമ്മുടെ വീട് ശാന്തിയുള്ളതും സമാധാനവുമുള്ളതുമായി തീരാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വീട്ടിൽ സമാധാനമുണ്ടാകുവാൻ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങളുടെ ഇണകൾ തന്നെയാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്നതാണ്. എന്താണ് കാര്യം? കാരണം വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾ അവർ സമാധാനത്തോടുകൂടി ഒരു വീട്ടിൽ കഴിയുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടു? അത്ഭുതമാണത്. രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് കൽബ്, രണ്ട് ഹൃദയങ്ങൾ, അവർ തമ്മിൽ അവിടെ പാരസ്പര്യമാണുള്ളത്, പരസ്പരം ഷണ്ട കൂടുന്നില്ല. മറിച്ച് അതിനു പകരമായി അല്ലാഹു ഇട്ടത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കാരുണ്യവും സ്നേഹവുമാണ്. അതല്ലാത്ത വികാരമായിരുന്നെങ്കിൽ ഒരാൾക്കും കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. കുടുംബം തകരാറിലാകുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വളരെ ചിന്തനീയമായ വിഷയമാണ് ഇണകളെ നൽകപ്പെട്ടു എന്നത്. മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളെ, ഒരാളുടെ ഹൃദയം മറ്റൊരാൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ഇല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കിടന്നുറങ്ങുക? രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്. പക്ഷേ സ്ത്രീയുടെ മനസ്സിനെ പുരുഷൻ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, ഭർത്താവിൻ്റെ ഹൃദയത്തെ ഭാര്യയ്ക്കും അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇണകളായി അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതേ സന്ദർഭത്തിൽ അത് നിലനിർത്തിപ്പോരാൻ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? ഏറ്റവും നല്ല ഇണകളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നല്ല വീടിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ ചേർത്ത് പറഞ്ഞത്, മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്താണ്? മസ്കനുൻ വാസിഅ, വിശാലമായ ഒരു വീട്, അതിൻ്റെ കൂടെ മർഅത്തുൻ സ്വാലിഹ, നല്ലൊരു ഭാര്യയും. വീട് എത്ര വിശാലമാണെങ്കിലും അത് കുടുസായതായി തോന്നും വീട്ടിലെ ഇണകൾ നല്ലവരല്ലെങ്കിൽ. എന്നാൽ വീട് എത്ര ചെറുതാണെങ്കിലും അത് വിശാലമായി തോന്നും ഇണകൾ നല്ലവരാണെങ്കിൽ. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനവും നന്മയും ശാന്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇണകൾ നന്നായിരിക്കണം. നല്ല ഇണകളെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തവരെ നന്നാക്കാനുള്ള പണികൾ എടുക്കുകയും വേണം. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് നല്ല മക്കളുടെ കാര്യവും. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. എന്താണ് അവിടെ കൺകുളിർമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. സ്വഹാബത്തിൻ്റെ ഖൗലിലൂടെ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന മക്കൾ,
ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനുവേണ്ടി മാതാപിതാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മക്കൾ ഒരിക്കലും കൺകുളിർമയല്ല വിശ്വാസികൾക്ക്. മറിച്ച് വിശ്വാസികൾക്ക് കൺകുളിർമ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും പ്രവാചകന്റെ ചര്യകളെ പിന്തുടരുവാനും താല്പര്യം കാണിക്കുന്ന ഒരു മകൻ, ഒരു മകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനേക്കാൾ സമാധാനമുള്ള മറ്റൊരു വീട് വേറെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് സന്തോഷപൂർണ്ണമാവാൻ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയും മതപരമായ ആദാബുകൾ അവരെ പഠിപ്പിക്കുകയും ഏറ്റവും നല്ല മക്കളായി അവർ വളർന്നു വരാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടായാൽ വീട്ടിൽ സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത്തരം വീടുകളിൽ കൺകുളിർമയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വീടിൻ്റെ ജീവൻ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ്. പ്രവാചകൻ പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീ വല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീ മസലുൽ ഹയ്യി വൽ മയ്യിതി. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വീടും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു വീടും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെ എപ്രകാരമാണോ വ്യത്യാസമുള്ളത് അതുപോലെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളവരുടെ വീട്, അതല്ലാത്തത് ഖബർസ്ഥാനാണ് എന്നർത്ഥം. അത് ഖബറാണ്, അത് ശ്മശാനമാണ് അള്ളാഹുവിനെ ഓർക്കാത്ത വീടുകൾ. അതുകൊണ്ട് വീടിൻ്റെ ചൈതന്യവും അതിൻ്റെ നന്മയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകളും ഓർമ്മകളും എപ്പോഴും നിലനിർത്തപ്പെടണം വീട്ടിൽ. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന الصലാ വആതീന الزകാ വഅതിഅന അല്ലാഹ വറസൂലഹു ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. സ്ത്രീകളെ, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളെ പോലെ വീട് നോക്കാതെ പുറത്തേക്കിറങ്ങുന്നവരാവരുത്. നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. അവിടെ വെച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം. നിങ്ങളിൽ നിന്നും മ്ലേച്ഛതയെ ഇല്ലാതെയാക്കി ഓ വീട്ടുകാരെ, പ്രവാചകന്റെ കുടുംബക്കാരെ, നിങ്ങളെ സംരക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വീടുകളിൽ കഴിയണമെന്ന് പറയുന്നത് പുറത്തേക്കിറങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ നിങ്ങളെ പിച്ചി ചീന്തുവാനും നിങ്ങളെ കൊല്ലുവാനും കാത്തു നിൽക്കുന്ന കാമവെറിയന്മാരായ ആളുകളായിരിക്കും അധികവും നിങ്ങളെ സ്വാഗതം ചെയ്യാനുണ്ടാവുക. അതിൽ നിന്ന് വിപരീതമായി അള്ളാഹുവിനെ ഓർക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ വീട്ടിൽ സുരക്ഷിതരായി നിങ്ങൾ കഴിയണം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ നിർവഹിക്കാനുമുണ്ട്. ശേഷം അള്ളാഹു പറഞ്ഞു, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. അള്ളാഹുവിൻ്റെ വചനങ്ങളും ഖുർആനും സുന്നത്തും വീടുകളിൽ വെച്ച് നിങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. അങ്ങനെ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷം, മതപരമായ അന്തരീക്ഷം, ഖുർആനും സുന്നത്തും പഠിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മക്കൾക്ക് നല്ല ഉപദേശം നൽകുന്ന വീടായിരിക്കണം ഒരു നല്ല വീട്. അവിടെയാണ് സമാധാനമുണ്ടാവുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതുപോലെ, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. മകനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ് മുതൽ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുവരെ, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ. മനുഷ്യരോട് നീ മുഖം ചുളിച്ചു കളയരുത്, ഭൂമിയിലൂടെ നീ അഹങ്കാരിയായി നടക്കുകയും ചെയ്യരുത്, നിന്റെ ശബ്ദത്തെ നീ ഉയർത്തരുത് എന്നിങ്ങനെ തുടങ്ങി മഹനീയമായ ഉപദേശങ്ങൾ നൽകുന്ന ഒരു വീട്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണമാസന്നമായ സന്ദർഭത്തിൽ പോലും മക്കളെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ഇബാദത്ത് ചെയ്യുക? കാരണം ആ വീട്ടിൽ ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാവണമെങ്കിൽ ആദർശബോധമുള്ള മക്കളായി എൻ്റെ മക്കൾ എൻ്റെ കാലശേഷവും എൻ്റെ വീട്ടിലുണ്ടാകണം. അതുകൊണ്ട് മരണസന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ആവലാതിയും സങ്കടവും അതല്ലെങ്കിൽ ബേജാറും അതായിരുന്നു. അതുകൊണ്ടാണ് അവരെ വിളിച്ചിട്ട് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ഇബാദത്ത് ചെയ്യുക എന്ന് ചോദിച്ചത്. അവർ പറഞ്ഞു,
ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, നമ്മുടെ പൂർവ്വപിതാക്കളുടെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് സന്തോഷത്തോടുകൂടി അവർ മറുപടി പറയുകയും ചെയ്തു. ആദാബുകൾ, മര്യാദകൾ വീടുകളിൽ പഠിപ്പിക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിനകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും 3 മററാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ലഹിറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വീടുകളിലുള്ള ആളുകൾ നിങ്ങളോട് നിങ്ങളുടെ റൂമിൽ കയറുമ്പോൾ അനുവാദം ചോദിക്കണം 3 സന്ദർഭങ്ങളിൽ. ഫജ്ർ നമസ്കാരത്തിന് മുമ്പ്, ളുഹർ നമസ്കാരത്തിന് ശേഷം, പിന്നീട് ഇശാ നമസ്കാരത്തിന് ശേഷവും. മര്യാദകൾ പഠിപ്പിക്കുകയാണ്, ആദാബുകൾ പഠിപ്പിക്കുകയാണ്, സംസ്കാരം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കളെ. അപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ധാർമ്മിക ബോധമുള്ളവരായി വളരുകയും കുടുംബത്തിൽ അത്തരത്തിലുള്ള നന്മകൾ ഉണ്ടാവുകയും ചെയ്യുക. അതേപോലെ തന്നെ ഒരു വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കണം. പ്രവാചകൻ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തരോടും അവരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും. അർറജുലു റാഇൻ ഫീ ബൈതിഹി. പുരുഷൻ തൻ്റെ വീട്ടിലെ റാഇയാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഭർത്താവിൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ളവളാണ് സ്ത്രീയും. രണ്ടുപേരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പുരുഷന്മാർ സ്ത്രീകളുടെ ഭാര്യമാരുടെ കൈകാര്യകർത്താക്കളാണ്. അവർക്ക് അല്ലാഹു പല ശ്രേഷ്ഠതകളും നൽകിയതിനാലും അവർ ധനം ചെലവഴിക്കണമെന്ന ഉത്തരവാദിത്തമുള്ളതിനാലും അവർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം. അതേ സന്ദർഭത്തിൽ ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു സാലിഹത്തായ ഭാര്യ, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവളും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു ഏൽപ്പിച്ച എല്ലാ അമാനത്തുകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും അമാനത്തുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൾ അവളുടെ വീടുകളിൽ ഉണ്ടാവുകയും വേണം. ഇങ്ങനെ രണ്ടുപേരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കുമ്പോൾ സമാധാനമുള്ള ഒരു വീട് ഉണ്ടാകുന്നു എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു വീട്ടിൽ സമാധാനമുണ്ടാകാൻ, നന്മയുണ്ടാകാൻ, ശാന്തി ഉണ്ടാകാൻ വിശാലമായ വിട്ടുവീഴ്ചയും അങ്ങേയറ്റത്തെ പുറത്തു കൊടുക്കലും മാപ്പാക്കലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. അഥവാ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ അവരെ വളർത്തുന്നതിൽ നിങ്ങൾക്കുണ്ടാകണം. അതേ സന്ദർഭത്തിൽ അവരിലുണ്ടാകുന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ എല്ലാം സ്വാഭാവികമാണ്. അതിനെല്ലാം നിങ്ങൾ നടപടിയെടുക്കരുത്. പിന്നെയോ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ. മാപ്പ് നൽകുക, കണ്ടില്ലെന്ന് നടിക്കുക, പുറത്തു കൊടുക്കുക. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റഹ്മത്ത് നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറാ ദല്ലഹും ഇലാ ബാബിർ റിഫ്ഖ്. ഒരു കുടുംബത്തിൽ ഖൈറുണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് സൗമ്യമായ സ്വഭാവം അള്ളാഹു നൽകും. മാന്യമായി പെരുമാറുന്ന, സൗമ്യമായി പെരുമാറുന്ന, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുന്ന ഒരു പിതാവും ഒരു മാതാവും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഖൈറുണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഭാര്യമാരുടെ വിഷയത്തിൽ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ഇണകളോട് വർത്തിക്കണം. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ ബാധ്യതകളുമുണ്ട്. ഭർത്താക്കന്മാർക്ക് നൽകേണ്ടുന്ന ബാധ്യതകൾ അവർ നൽകണം. അവകാശങ്ങൾ അവർക്ക് ഭർത്താക്കന്മാർ വിട്ടുകൊടുക്കുകയും വേണം. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത നന്മകൾ നിങ്ങൾ മറന്നു പോകരുത്. ഓരോരുത്തരും മറ്റൊരാൾക്ക് പല നിലക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയുടെ, സഹനത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനു പുറമെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം.
ഉലമാക്കൾ പറഞ്ഞു എങ്ങനെയാണ് അവരെ രക്ഷിക്കേണ്ടത്? അവർ മറന്നുപോകുന്ന, അവർക്കറിയാത്ത നന്മകൾ പറഞ്ഞു കൊടുക്കണം. അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അരുതേ എന്ന് പറയണം. എന്നാൽ നാം നേരെ തിരിച്ചാണ്. അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ നാം അരുതേ എന്ന് പറയുന്നില്ല, അവർക്കറിയാത്ത നന്മകൾ നാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ അവകാശികളായി നമ്മൾ കുടുംബത്തെ മാറ്റുന്ന ഏർപ്പാടിലാണ് പലപ്പോഴും നാം ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇപ്രകാരം നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലക്ക് ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും സമാധാനവും ശാന്തിയും നന്മയും നിറഞ്ഞ ഒരു വീടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാഅ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ.